എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മനു അത്രയും പറഞ്ഞിട്ട് പോയി കഴിയുമ്പോഴേക്കും ആകെ ടെൻഷൻ ആകുന്നുണ്ട് രാജീവിന്. അപ്പോൾ രാജീവൻ ചോദിക്കും അതെന്താ അവൻ അങ്ങനെ പറഞ്ഞിട്ട് പോയതിൻ്റെ അർത്ഥം എന്താ എന്ന് ചോദിക്കുമ്പം ശിവൻ പറയുന്നുണ്ട് അവൻ ആഗ്രഹകാര്യം എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ ബാലേന്ദ്രൻ. അതുകൊണ്ട് ബാലേന്ദ്രനിൽ നിന്ന് എന്തൊക്കെയോ സൂചനകൾ കിട്ടിയിട്ടുണ്ട് മനുവിന്. അതുകൊണ്ടാണ് മനു അങ്ങനെ സംസാരിച്ചത് എന്ന് പറയും. അന്നേരം രാജീവൻ ചോദിക്കുന്നുണ്ട് അവൻ എങ്ങനെയാണ് അത് അറിഞ്ഞത്, അവൻ അറിയാൻ ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ശിവൻ പറയുന്നുണ്ട് അതെങ്ങനെ അവൻ കണ്ടുപിടിച്ചു എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം സുനന്ദയുടെ വീട്ടിൽ വെച്ച് സംസാരിച്ചപ്പം അവൻ ഇടയ്ക്കിടയ്ക്ക് ആഗ്ര എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൂടാതെ അവൾക്ക് അവിടെ ജോലി മേടിച്ചു കൊടുത്തത് സ്റ്റാൻലി എന്ന് പറഞ്ഞൊരു പട്ടാളക്കാരനല്ലേ, അയാളുമായിട്ട് അവൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ, അവന് സംഭവിച്ചതുപോലത്തെ തന്നെ അബദ്ധം അവൾക്കും പറ്റിയിട്ടുണ്ടോ എന്ന് വരെ അവൻ എന്നോട് ചോദിച്ചു എന്ന് പറയുമ്പം അപ്പോൾ അവൻ പലതും അറിഞ്ഞിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കും. അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ അവൻ അങ്ങനെ സംസാരിച്ചത്. അവൻ ഈ അറിഞ്ഞതിൻ്റെ എല്ലാം പ്രതികാരമാണോ വൈജോട് ചെയ്യുന്നത് എന്ന് സംശയമുണ്ട് എന്നൊക്കെ ശിവൻ പറയുമ്പം രാജീവൻ പറയുവാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണമല്ലോ, അങ്ങനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമല്ലോ. ഇനി ഇതൊന്നും അവനോട് നേരിട്ട് ചോദിക്കാനും നമുക്കിനി പറ്റിയല്ലോ, ഇനി എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുക. അന്നേരം ശിവൻ പറയുന്നുണ്ട് ഇപ്പോഴാണ് നമുക്ക് പറ്റിയ സമയം, അവളെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അതിന് ഞാൻ കമലയോട് പറഞ്ഞോളാം, കമലയെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം, നീ ടെൻഷനാകേണ്ട കാര്യമില്ല. അവളും ഹരിയും കൂടെ പോയി അതങ്ങ് വെടുപ്പായിട്ട് ചെയ്തോളും, ഇതുപോലൊരവസരം നമുക്കിനി കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കമലയെ വിളിച്ച് കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. എങ്ങനെയുണ്ട് വൈജിക്ക്, തിരിച്ചു കിട്ടുമോ എന്നൊക്കെ ചോദിക്കുമ്പം അതൊന്നും അറിയത്തില്ല, ഡോക്ടർമാർ നോക്കുന്നുണ്ട്, നമുക്ക് അതിൻ്റെ അകത്ത് കൂടുതലൊന്നും ചെയ്യാനില്ല എന്ന് പറയും. എന്നിട്ട് കമലയോട് പറയുവാണ് നീ ഇപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഒതുക്കിയിട്ട് ഹരിയെ കൂട്ടി ബാലേന്ദ്രൻ്റെ വീട്ടിലോട്ട് പോയിക്കോ, അതാ നല്ലതെന്ന് പറയും. അന്നേരം അതെങ്ങനെയാണ് ശരിയാകുന്നത്, ഇവിടെ ആരെങ്കിലും വേണ്ടേ എന്ന് ചോദിക്കുമ്പം ഇവിടെ ഞാനും മനുവും അതുപോലെ രാജീവനൊക്കെ ഉണ്ടല്ലോ, അത് മതി, നീ ഇപ്പം തൽക്കാലം അങ്ങോട്ടേക്ക് ചെല്ലുക, അവിടുത്തെ കുട്ടികളുടെ കാര്യവും നോക്കണമല്ലോ, അതിന് വേണ്ടിയാണ് നീ ചെല്ലുന്നത് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ നിനക്കൊരു ലക്ഷ്യം ഉണ്ടാകണം, അലീനെ ഇന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം എന്ന് പറയും. അദ്ദേഹം കമലയ്ക്ക് ഭയങ്കര ഉത്സാഹം, അത് ഞാൻ ചെയ്തോളാം, ഉറപ്പായിട്ട് നല്ല വെടുപ്പായിട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറയും. അന്നേരം ശിവൻ പറയുന്നുണ്ട് നിങ്ങളങ്ങ് ചെന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഞാനിവിടെ അങ്ങോട്ട് വന്നോളാം, എന്നിട്ട് അവളെ ഇന്ന് തന്നെ അവിടുന്ന് നമുക്ക് ഡീപ്പോർട്ട് ചെയ്യണം, ഇനി അവൾ ആ വീട്ടിൽ വേണ്ട, ഇതുപോലൊരവസരം ഇനി നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ശിവൻ ഫോൺ വയ്ക്കുന്നത്. ഏതായാലും ഫോൺ വെച്ച് കഴിയുന്നതേ കമല ഹരിയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. ഹരി നേരെ രോഹിത്തിനെ വിളിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ട്, ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുവാണ് എന്ന് പറയുമ്പം നീ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണ്ട, അവിടെ തന്നെ നിൽക്ക്, നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയും. എന്താടാ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇപ്പം ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളൊക്കെ ഇനി അലീന പറയുന്നത് കേട്ട് അവിടെ നിൽക്കേണ്ടി വരുമെന്ന് പറയുക. അന്നേരം രോഹിത് പറയുന്നുണ്ട് പിന്നെ അവൾ പറയുന്ന ആര് കേൾക്കാനാ, കൃഷ്ണ കേൾക്കുമായിരിക്കും, അല്ലാതെ ഞാനും ബബിതിയൊന്നും കേൾക്കത്തില്ല, ഞങ്ങൾ ഞങ്ങളുടെ രീതിയിലേ ജീവിക്കുകയുള്ളൂ എന്ന് പറയും. അന്നേരം അതൊന്നും അല്ലടാ, അവൾ അങ്ങനെ അവിടെ കിടന്ന് നിഗളിക്കേണ്ട, അതുകൊണ്ട് നമുക്ക് ഒരു ഉദ്ദേശമുണ്ട്, ഞാൻ അമ്മയെ കൂട്ടി അങ്ങോട്ട് വരാം, നമുക്ക് അവളെ അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യാമെന്ന് പറയും. അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട് അതൊക്കെ നടക്കും, അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമെന്ന് പറയുമ്പം അങ്കിള് ഹോസ്പിറ്റലല്ലേ, 2-3 ദിവസത്തേക്ക് അങ്കിള് വേറെ ഒരു കാര്യവും ശ്രദ്ധിക്കുകയില്ല, അതുകൊണ്ട് അവളെ അവിടുന്ന് ഇറക്കി വിട്ട കാര്യം 2-3 ദിവസം കഴിഞ്ഞേ അങ്കിൾ അറിയാവുള്ളൂ, അതിനുള്ളതൊക്കെ നമുക്ക് ചെയ്യണമെന്ന് പറയുന്നു. എന്നാൽ ആയിക്കോട്ടെ നീ ഇങ്ങ് പോരെ എന്ന് പറയുവാണ് രോഹിത്. പിന്നീട് അലീനയാണ് കാണിക്കുന്നത്. അലീനയ്ക്ക് ആകെ ടെൻഷനും വിഷമമൊക്കെ ആയിട്ട് രേവതി വിളിച്ചതാണ്. രേവതിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് അതിന് ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല, വൈജമാലയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അവർ അവിടുന്ന് എഴുന്നേറ്റ് പോരും, 10 ആക്സിഡൻറ്റ് നടന്നാലും അവിടുന്ന് എഴുന്നേറ്റ് പോരും ഉറപ്പായിട്ടും എന്ന് പറയും. അന്നേരം അലീന ചോദിക്കുന്നുണ്ട് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നിനക്ക് എങ്ങനെ അത് അറിയാൻ പറ്റുന്നേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം, എന്നോട് ചോദിക്കുക, ഞാൻ പറയുന്നതേ നടക്കുകയുള്ളൂ, അവർക്ക് 3 ജീവനുണ്ട്, ഒരെണ്ണം പോയാലും ബാക്കി 2 വെച്ച് അവർ എഴുന്നേറ്റ് വരും, അതുകൊണ്ട് ചേച്ചി സങ്കടപ്പെടാതെ അവിടെ നിൽക്ക് എന്നിങ്ങനെ പറയുക. അന്നേരം അലീന പറയുന്നുണ്ട് നീ ഈ പറയുന്നത് കേട്ടിട്ട് സങ്കടപ്പെടണോ അതോ ചിരിക്കണോ എന്നൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് ആകെ ടെൻഷനാ മോളെ എന്ന് പറയുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താ സംഭവിച്ചത് എന്ന്. അന്നേരം പറയും കൈയും കാലും ഒക്കെ ഒടിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് പണിയായല്ലോ എന്നിങ്ങനെ പറയും. അന്നേരം എനിക്ക് പണിയോ, അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അല്ല, ഇത്രയും കാലം കിടപ്പ് രോഗിയായിരുന്ന മുത്തശ്ശിയാണ് നോക്കിയത്, ഇനി അങ്ങോട്ട് സ്വന്തം അമ്മയെ തന്നെ നോക്കേണ്ടി വരും എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് കേട്ടോ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, എൻ്റെ അമ്മയല്ലേ എന്ന്. അന്നേരം പറയും അങ്ങനെയെങ്കിലും അമ്മയും മോളും തമ്മിൽ അടുക്കാൻ ഈശ്വരനൊരു അവസരം ഉണ്ടാക്കി തരുന്നതായിരിക്കും, ബെസ്റ്റ് ഓഫ് ലക്ക് എന്നൊക്കെ പറയുമ്പോൾ ആയിക്കോട്ടെ മോളെ എന്ന് പറഞ്ഞാൽ ആകെ വിഷമിച്ചാണ് അലീന ഫോൺ വയ്ക്കുന്നത്. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് കമലയും ഹരിയും വരുന്നു, അവരകത്തോട്ട് കയറി വരുന്നു. വന്നു കഴിയുമ്പം ബബിതയുണ്ട്, അതുപോലെ രോഹിത്തുണ്ട്, അവർ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോയിട്ടാണോ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ICUവിലാണ്, വൈജയെ അങ്ങനെ കാണാനൊന്നും സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇവിടെ
എന്തെങ്കിലും ഒരു വെടുപ്പാക്കിയിട്ട് പോകുള്ളൂ എന്നുള്ള തീരുമാനത്തിലാണ് അവരങ്ങോട്ട് വന്നത്. അന്നേരം കൃഷ്ണമോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുവാണ്. കൃഷ്ണമോളെ ഒന്ന് കൂടെ നിർത്തണം, എങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ അവർ അവിടെ നിന്ന് കുറച്ച് നേരം ചർച്ച ചെയ്യുന്നുണ്ട്, എങ്ങനെ അലീനെ ഇവിടുന്ന് പുറത്താക്കണം എന്നുള്ളതിനെ പറ്റി. അതുപോലെ കൃഷ്ണമോളെ എങ്ങനെ അവരുടെ സൈഡിലേക്ക് ആക്കാം എന്നതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അന്നേരം ബബിത പറയുന്നുണ്ട്, അവളോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. അവളോട് എന്തെങ്കിലും സംസാരിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവൾ തിരിച്ചു പറയുന്ന വാക്കുകളിൽ നമ്മുടെ വാ അടഞ്ഞു പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം ആ സ്പോട്ടിൽ കൃഷ്ണമോൾ അച്ഛനെ വിളിച്ചു പറയും. അതുകൊണ്ട് അതും സൂക്ഷിക്കണം എന്ന് പറയുമ്പം രോഹിത് പറയുന്നുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട, അവളുടെ ഫോൺ ഞാൻ അടിച്ചു മാറ്റി വെച്ചോളാം, പിന്നെ എങ്ങനെ അവളോ വിളിച്ചു പറയുന്നേ എന്നൊക്കെ ചോദിക്കുന്നു. അത് കഴിഞ്ഞ് ബബിതയെ പറഞ്ഞു വിടുവാണ് കൃഷ്ണമോളെ വിളിച്ചുകൊണ്ട് വരാൻ. അങ്ങനെ കൃഷ്ണമോളെ അടുത്തേക്ക് വന്നു കഴിയുമ്പം ഇവരെല്ലാവരും വന്നല്ലോ. അന്നേരം എന്താ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പം, ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാനാണ് ഈ വീട്ടിൽ ഭരണം നടത്തുന്നത്, ഞാൻ പറയുന്നതനുസരിച്ച് ഈ വീട് നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പം, അതിൻ്റെ ആവശ്യം എന്താ, അച്ഛൻ പറഞ്ഞായിരുന്നോ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, അച്ഛൻ പറയേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പം ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഞങ്ങളാ എന്ന് പറയുമ്പോൾ, നിങ്ങൾ തീരുമാനിച്ചു, പക്ഷേ എന്നെ ആരും ഭരിക്കാൻ വരുമെന്നും എന്ന് കൃഷ്ണമോള് പറയുന്നുണ്ട്. അന്നേരം ഹരിയും പറയുന്നുണ്ട്, നീ മര്യാദയ്ക്ക് ഇരിക്കണം, ഞങ്ങൾ പറയുന്നത് കേട്ടോണം, അതുകൊണ്ട് കൂടുതൽ കളിക്കാൻ നിൽക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ കിടന്ന് കൂടുതൽ കളിക്കാൻ നിൽക്കണ്ട, അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ശരിക്കും അനുഭവിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ഹരി പറയുവാണ്, അതെ നിൻ്റെ അച്ഛൻ ആ കാര്യമൊന്നും പറഞ്ഞ് നീ എന്നെ കൂടുതൽ പേടിപ്പിക്കണ്ട, ഇപ്പം സാഹചര്യം മാറി, കളം മാറി, ഇനി നിൻ്റെ അച്ഛൻ ഇങ്ങോട്ട് കയറണോ എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ അച്ഛനാണ് എന്നൊക്കെ ഹരി പറയും കേട്ടോ. ഇതൊക്കെ കേട്ട് രോഹിത്തും ബബിതയും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കൃഷ്ണമോള്. എന്നിട്ട് കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, ഒരാപത്ത് വരുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ ഓടി വരുന്നത് നമ്മളെ സഹായിക്കാനാണ്, അല്ലാതെ ഇങ്ങനെ ദ്രോഹിക്കാനല്ല എന്നൊക്കെ പറയൂ കേട്ടോ. എന്നിട്ട് ദേഷ്യപ്പെട്ട് കൃഷ്ണമോൾ അവിടെ ഇരിക്കുവാണ്. ആ സമയം കൃഷ്ണമോളുടെ ഫോൺ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് രോഹിത്. അന്നത്തേക്കും കമല വന്നിട്ട് കൃഷ്ണമോളോട് പറയുവാണ്, മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേട്ട് ഞങ്ങളുടെ കൂടെ നിന്നോണം, അവളെ ആ അലീനെ ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പോവുകയാണ്, അതുകൊണ്ട് മര്യാദയ്ക്ക് മിണ്ടാതെ കൂടെ നിന്നോണം എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങൾ ആരായി പറയാൻ, നിങ്ങൾ എന്നെ രാജാക്കന്മാരാണോ ഓരോരുത്തരെ ഇറക്കി വിടാൻ എന്നൊക്കെ ചോദിച്ച് കൃഷ്ണമോളെ ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയമാണ് രോഹിത് അവളുടെ ഫോൺ എടുത്തുകൊണ്ട് വരുന്നത് അവൾ കാണുന്നത്. അന്നേരം എൻ്റെ ഫോണല്ലേ ഇങ്ങ് തന്നെ എന്ന് പറഞ്ഞ് പിടിക്കാൻ ചെല്ലുമ്പോൾ പിടിച്ച് തള്ളിയിടും. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഫോൺ 2-3 ദിവസം എൻ്റെ കയ്യിലിരിക്കും, ഞാൻ തരികയില്ല എന്ന് പറയുവാണ്. അന്നത്തേക്കും ഹരിയും വന്ന് കൃഷ്ണമോളെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ, നീ മര്യാദയ്ക്ക് നിന്നോണം, അല്ലെങ്കിൽ നിന്നെ മുറി പൂട്ടിയിടും എന്നൊക്കെ. അന്നത്തേക്കും ദേഷ്യപ്പെട്ട് കൃഷ്ണമോള് റൂമിലേക്ക് പോകും. അന്നേരം ഹരി കമലയോട് പറയാം, ഇത്രയേ ഉള്ളൂ ഇവളെ ഇങ്ങനെയൊക്കെ ഒതുക്കാവുന്നതേ ഉള്ളൂ എന്ന്. പിന്നെ കാണിക്കുന്നത് രോഹിത്തും ഹരിയും ബബിതയും കൂടെ ഒരു മുറി കയറി ഇരുന്ന് ആലോചിക്കുവാണ് എങ്ങനെ ഇവിടുന്ന് കൃഷ്ണമോളെ മാറ്റാമെന്ന്. കാരണം കൃഷ്ണമോളെ മാറ്റിയാൽ മാത്രമേ അവിടുന്ന് അലീനെ പുറത്താക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൃഷ്ണമോളെ ഏതെങ്കിലും വിധേന ബാലേന്ദ്രനെ അറിയിച്ചാലോ. അങ്ങനെ അവർ ഇരുന്നും കിടന്ന് നിന്നും മണിക്കൂറുകളോളം ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുവാണ്. അതിനിടയ്ക്ക് കുറേ പൊട്ട ഐഡിയാസൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു തീരുമാനം എടുക്കുവാണ്, ഹോസ്പിറ്റലിൽ നിന്ന് ബാലേന്ദ്രനും വിളിച്ചു, ഇപ്പം ചെന്നിട്ടുണ്ടെങ്കിൽ വൈദ്യയെ കാണാമെന്ന് പറഞ്ഞു, അതുകൊണ്ട് രോഹിത് പോവാ കാണാൻ വേണ്ടി. അപ്പോൾ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കണം. സ്വാഭാവികമായിട്ടും കൃഷ്ണമോൾ കൂടെ പോകുമല്ലോ. അങ്ങനെ ഒരു ഐഡിയ അവർ തീരുമാനിക്കുന്നു. എന്നിട്ട് രോഹിത്തിനോട് പറയുക, നീ പോയി റെഡിയായിട്ട് വാ, എന്നിട്ട് അവളെ വിളിച്ചുകൊണ്ട് പോയെന്ന് പറയുന്നു. ഇറങ്ങി പോകുമ്പോഴും രോഹിത്തിന് ചെറിയ സംശയമുണ്ട് ഈ ഐഡിയ നടക്കുമോ എന്ന്. അതുപോലെ രോഹിത്ത് പോയി കഴിയുമ്പം ഹരിയോട് ചോദിക്കുന്നുണ്ട് ബബിത, ഇത് നടക്കുമോ, വർക്കൗട്ട് ആവുമോ എന്നൊക്കെ ചോദിക്കുമ്പം, വർക്കൗട്ട് ആവും, അത് നമുക്ക് നടപ്പിലാക്കാം, അവളെ ഇവിടുന്ന് നമ്മൾ ഒരു പൂച്ച എടുത്ത് കളയുന്ന പോലെ കളഞ്ഞിരിക്കും എന്ന് പറയുമ്പം ബബിത പറയുവാണ്, എൻ്റെ അമ്മയ്ക്ക് ഈ അവസ്ഥ വന്നത് അവൾ കാരണമാണ്, ശരിക്കും അവളെ ഇവിടുന്ന് ഇറക്കി വിടുവല്ലായിരുന്നു ചെയ്യേണ്ടത്, കൊല്ലുമായിരുന്നു ചെയ്യേണ്ടത് എന്ന് പറയുമ്പം ഹരി പറയുന്നുണ്ട്, ഈ പോലീസും കോടതിയും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അവളെ പണ്ടേ ഞാൻ തട്ടിയേനെ എന്ന്. ഏതായാലും രോഹിത്ത് പോയി മുകളിൽ പോയി റെഡിയായിട്ട് ഇറങ്ങി വരുന്നു. ആ സമയം ആകെ വിഷമിച്ച് അടുക്കളയുടെ വാതയ്ക്ക് നിൽപ്പുണ്ട് കേട്ടോ അലീന. അന്നേരം അലീനെ ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിട്ട് രോഹിത്ത് കൃഷ്ണനെ വിളിക്കുവാണ്. എന്നിട്ട് എടി ഇങ്ങ് വന്നേ എന്ന് പറയും. കൃഷ്ണമോട് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ചെന്നിട്ടുണ്ടെങ്കിൽ അമ്മയെ കാണാൻ പറ്റുമെന്ന് അച്ഛൻ പറഞ്ഞു, അതുകൊണ്ട് നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ കാണാൻ പറ്റുമോ, അമ്മ ഐസിയുലല്ലായിരുന്നോ, എന്നിട്ടും കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം, പറ്റുമായിരിക്കും, അതുകൊണ്ടല്ല അച്ഛൻ ചെല്ലാൻ പറഞ്ഞത് എന്ന് പറയും. ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞ് കൃഷ്ണമോളെ ഡ്രസ്സ് മാറാനായിട്ട് അങ്ങ് പോവാണ്. പോയി കഴിയുമ്പം രോഹിത്ത് അലീനയുടെ അടുത്തോട്ട് വരും. എന്നിട്ട് പറയുവാണ്, മോളെ നീ തീർന്നടി, ഇതോടുകൂടി നീ തീർന്നു എന്ന് പറയുമ്പോൾ ആകെ വിഷമത്തോടെ നിൽക്കുന്ന അലീനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നീട് നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ എല്ലാവരും കൂടി അവർ ബാക്കി 4 പേര്, രോഹിത്തും കൃഷ്ണയും പോയല്ലോ, ബാക്കി 4 പേരും കൂടി അലീനെ അവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഹരിക്കിട്ട് നല്ല കീറി വെച്ച് കൊടുക്കുന്നുണ്ട് അലീനെ ചാക്കി കെട്ടി പുറത്ത് കളയാന്ന് ചോദിക്കുമ്പോൾ, ചാക്കി കെട്ടി നീ വേറെ ആരെങ്കിലും പോകേണ്ട കള എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അലീനെ തല്ലാൻ ചെല്ലുന്നുണ്ട് അവർ, അലീനക്കിട്ട് തല്ലുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് സഹി കെടുമ്പം ഒരു കുപ്പി
അടിച്ചു പൊട്ടിച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അലീനയെ കാണിക്കുന്നുണ്ട്. ഈ സമയം അവിടെ പോയി വൈജിയെ കാണുന്നുണ്ട് കേട്ടോ കൃഷ്ണമോള്. ഏതായാലും അവർ വിചാരിച്ച പോലെ തന്നെ അലീനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. ഇറക്കി വിട്ട് കഴിയുമ്പോഴാണ് അങ്ങോട്ടേക്ക് മനു വരുന്നത്. അന്നേരം അവിടെ ശിവനൊക്കെ ഉണ്ട്. അവരോട് ചോദിക്കുവാണ് അലീനെ എന്തിയെന്ന്. അന്നേരം അലീനെ ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിട്ടു എന്ന് പറയുമ്പോൾ മനു ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. മിക്കവാറും ഇന്ന് അച്ഛന് വയറ് നിറച്ച് മകൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമായിരിക്കും. പിന്നെ അലീനെ ഇറക്കി വിട്ട അലീനെ നേരെ പോവുകയല്ല ചെയ്തത്. അവൾ നേരെ ചെല്ലുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ ചെന്ന് ബാലേന്ദ്രനോട് കാര്യം പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇവിടുന്ന് പോവുകയാണ് പൊയ്ക്കോ, പിന്നെ ഈ വീടും എന്നെയും ഇന്നത്തോടു കൂടി മറന്നേക്കണമെന്ന് പറയുവാണ്. അത് കേട്ട് വിഷമത്തോടെ നിൽക്കുന്ന അലീനയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.